നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിധി വന്നത്. നമ്മുടെ വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, അതുപോലെ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, ഇങ്ങനത്തെ എല്ലാ പൊതുസ്ഥലങ്ങളിൽ നിന്നും സ്ട്രീറ്റ് ഡോഗ്സിനെ, തെരുവ് നായ്ക്കളെ നീക്കം ചെയ്യണം എന്ന് പറയുന്ന വളരെ സുപ്രധാനപ്പെട്ട ഒരു വിധിയാണ്. പക്ഷേ ഒരു പരമോന്നത നീതിപീഠം ഒരു സുപ്രധാനമായ വിധി പ്രസ്താവിക്കുമ്പോൾ അത് എത്രത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ ഈ കെട്ടുപാടുകളിൽ നിന്നുകൊണ്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് ചിന്തിച്ച് വേണമായിരുന്നു ഒരു വിധി പുറപ്പെടുവിക്കാൻ. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സുപ്രീം കോടതിയെ പോലെ ഒരു പരമോന്നത നീതിപീഠം ഒരു വിധി പ്രസ്താവിക്കുമ്പോൾ അതിൻ്റെ ഒരു കോൺസിക്വൻസസ് എന്താണ് നിലവിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, ഇനി അങ്ങോട്ട് ഈ വിധി കാരണം ഇതിൻ്റെ ഒരു കോൺസിക്വൻസസ് എന്താണ്, ഒരു ലോങ് റണ്ണിൽ എന്താണ് ഈ ഒരു വിധി കൊണ്ട് വരാൻ പോകുന്നത്. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് വേണമായിരുന്നു ഒരു വളരെ സുപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിക്കാൻ. പക്ഷേ നമ്മളിപ്പോൾ വന്ന വിധി നമ്മൾ കേട്ടതാണ് ഒട്ടും പ്രായോഗികമല്ലാത്ത. കാരണം ബസ് സ്റ്റാൻഡും അതുപോലെ മറ്റ് സ്ഥലങ്ങളും ഒക്കെ കെട്ടിയടയ്ക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. പിന്നെ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. അല്ലാതെ ഒരു വിഭാഗം മനുഷ്യർ പറയും പോലെ നമ്മൾ മാത്രം മതി ഇവിടെ എന്ന് പറയുന്ന ഒരു രീതി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് സുപ്രീം കോടതി ഇപ്പോൾ പെരുമാറുന്നത്. ഇവിടെ ജീവിക്കാനുള്ള ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു സ്ഥലത്ത് ജീവിക്കുന്ന എല്ലാവരും ഈ ഭൂമിയുടെ അവകാശികളാണ്. എല്ലാവർക്കും ഈ ഭൂമിയിൽ അവകാശമുണ്ട്. അപ്പോൾ ഇവിടെ ജീവിക്കുന്ന ഓരോ ജീവിയുടെയും ജീവനും സ്വത്തിനും എല്ലാം വിലയും അവകാശവും എല്ലാം ഉണ്ട്. അതെല്ലാം കാത്തു സൂക്ഷിക്കേണ്ട ഒരു പരമോന്നത നീതിപീഠമാണ് ഇത്തരത്തിലൊരു വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഭൂമി മലയാളത്തിൽ ഇത്രയും ഒരു ദുരിതം അനുഭവിക്കുന്ന വേറെ ജീവികളില്ല എന്ന് തന്നെ പറയാം. നമുക്കൊന്ന് ചുറ്റും നോക്കിയാൽ മതി. വേറെ എല്ലാ ജീവികൾക്കും അവരുടേതായ ആഹാരമുണ്ട്, വെള്ളമുണ്ട്, അവർക്ക് കിടക്കാനൊരു സ്ഥലമുണ്ടാവും, അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷേ ഈ ഒരു തെരുവ് നായ എന്ന് പറയുന്ന ഈ ഒരു ജീവിക്ക് മാത്രം, ഈ ഡോഗ്സിന് മാത്രം അവർക്ക് ആഹാരമില്ല, നേരെ ചൊവ്വേ അവർക്ക് ഭക്ഷണമില്ല, കിടക്കാനൊരു സ്ഥലമില്ല, തണുപ്പാണെങ്കിലോ മഴയാണെങ്കിലോ എല്ലാം എത്രയോ ദിവസമായി. ഇപ്പോൾ സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ഒരു വിധി വന്ന ശേഷം നമ്മൾ കാണുന്നതാണ് ഈ സ്ട്രീറ്റ് ഡോഗ്സിനെ നമ്മൾ വഴിയോരത്ത് കാണുന്നതാണ്. വിശന്ന് വലഞ്ഞ് എത്രയോ ദിവസങ്ങളായി ആഹാരം കഴിച്ചിട്ട്, അല്ലെങ്കിൽ ഒന്ന് കിടക്കാനൊരു സ്ഥലമില്ല. അപ്പം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, നമ്മൾക്ക് ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ ജീവികളൊക്കെ എത്രയോ ദിവസമായി ഇതുങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോഴേ അവരുടെ അവസ്ഥ ഇതാണ്. അപ്പോൾ സുപ്രീം കോടതി ഇവരെ ഇവിടുന്ന് മാറ്റണം, തെരുവിൽ നിന്ന് മാറ്റണം എന്ന് പറയുമ്പോൾ ഇവരൊരു ഭീകര ജീവിയായിട്ട് ഇവിടുത്തെ മീഡിയയും അതുപോലെ തന്നെ കോടതിയും എല്ലാം പ്രഖ്യാപിക്കുകയാണ്. 40 വട്ടം നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ കാര്യത്തിനും നമ്മൾ ഫോറിൻ കൺട്രീസിനെ കണ്ടു പഠിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറയുന്നത് എല്ലാവരും പാശ്ചാത്യ സംസ്കാരം ഉൾക്കൊണ്ട് വഴിതെറ്റിപ്പോയവരാണ് എന്ന് പറയുന്നവരാണ്. പക്ഷേ അവരിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ, ശരിക്കും പറഞ്ഞാൽ ഫോറിനേഴ്സിൽ നിന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മളതൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പോൾ ഈ സ്ട്രീറ്റ് ഡോഗിൻ്റെ കാര്യം പറയുന്നു. മറ്റ് രാജ്യങ്ങളെ നമ്മൾ കാണണം, അവരവരുടെ ജീവികളെ, അത് സ്ട്രീറ്റ് ഡോഗ്സ് ആണെങ്കിലും ശരി, മറ്റ് ജീവികളാണെങ്കിലും ശരി, അവരെ സംരക്ഷിക്കുന്ന രീതി നമ്മൾ കണ്ടുപഠിക്കണം. എസ്പെഷ്യലി ഈ സ്ട്രീറ്റ് ഡോഗ്സിൻ്റെ കാര്യത്തിലൊക്കെ ഏറ്റവും കൂടുതൽ അവരുടെ രാജ്യത്തെ ഡോഗ്സിനെയൊക്കെ സംരക്ഷിക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നെതർലാൻഡ്സ് ആണ്. അതുപോലെ സ്വീഡൻ, UK, ജോർജിയ. ശരിക്കും നെതർലാൻഡ്സിൽ ഇപ്പോൾ സ്ട്രീറ്റ് ഡോഗ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല എന്നാണ് പറയുന്നത് അവർ. കാര്യം എന്തെന്ന് വെച്ചാൽ അവരുടെ നിയമങ്ങൾ അത്രത്തോളം പഴുതില്ലാതെ അവർ അടച്ചു എന്നുള്ളതാണ്. അവരുടെ എല്ലാ തെരുവ് നായകൾക്കും ഭക്ഷണം കൊടുക്കാനും എല്ലാം അവർ ശ്രദ്ധിക്കുന്നുണ്ട്, വാക്സിൻ എടുക്കാനും. അതുപോലെ തന്നെ ഈ സ്റ്റെറിലൈസ് ചെയ്ത് അവർ പെറ്റുപെരുകുന്നത് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. അതുപോലെ പട്ടികളെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും ഒരു ഡോഗിനെ വാങ്ങി വളർത്തുക എന്ന് പറയുമ്പോൾ, വാങ്ങുകയാണെങ്കിൽ അത്രയും ടാക്സ് അടയ്ക്കേണ്ടി വരും, ഭീമമായ ഒരു ടാക്സ് അടയ്ക്കേണ്ടി വരും. അത് ഗവൺമെൻറ് അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവർ പറയുന്നത് അഡോപ്റ്റ് ചെയ്യുന്നതാണ്, സ്ട്രീറ്റിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യൂ ഈ കുട്ടികളെ. അപ്പോൾ അങ്ങനെയെല്ലാമാണ് മറ്റ് രാജ്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു പരിചയമുള്ള എൻ്റെ ഫ്രണ്ട്, ഒരു ചേട്ടൻ്റെ മകള്, ആ കുട്ടി ജോർജിയയിലാണ് MBBS പഠിക്കാൻ പോയിരിക്കുന്നത്. അപ്പോൾ
അദ്ദേഹം വന്നിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു ഡോഗ് പോലും, ഒരു സ്ട്രീറ്റ് ഡോഗ് പോലും അവിടെ വിശന്ന് നടക്കുന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവിടെ കൊച്ചു കുഞ്ഞുങ്ങളടക്കം ഈ പിന്നെ ഡോഗ്സിനെ കാണുമ്പോൾ അവർ ആഹാരം വാങ്ങി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തെരുവുനായ ആക്രമണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അഗ്രസീവായിട്ടുള്ള ഡോഗ്സിനെ ഒന്നും അവർ ചുറ്റും കാണുന്നേയില്ല. ഫോറിൻ കൺട്രീസിൻ്റെ കാര്യം പറഞ്ഞു. ഇന്ത്യയിലെ തന്നെ അത്തരം മോഡലുകൾ നമുക്കുണ്ട്. അതിലൊന്നാണ് ഗോവയും വെസ്റ്റ് ബംഗാളും. ഗോവയിലും ഇതുപോലെ സ്ട്രീറ്റ് ഡോഗ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അവർ കൃത്യമായി എല്ലാ സ്ട്രീറ്റ് ഡോഗ്സിനും വാക്സിനേഷൻ കൊടുത്ത് ABC പ്രോഗ്രാം കൃത്യമായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് അത് നടപ്പിലാക്കി. അതുപോലെ തന്നെ ഭക്ഷണം എല്ലാ സ്ട്രീറ്റിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം എത്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവിടുത്തെ സ്ട്രീറ്റ് ഡോഗ്സ് കുറവാണ്. അത്തരം തെരുവുനായ ആക്രമണങ്ങളോ എല്ലാം വളരെ കുറവാണ്. അപ്പോൾ അവർ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ 2022 മുതൽ 2025 വരെ ഒരു 350ഓളം ചെറിയ ആക്രമണങ്ങൾ, ചിലപ്പോൾ അത് അവർ തന്നെ പറയുന്നു, ചെറിയ ഈ ആക്രമണങ്ങൾ ഉണ്ടായി തന്നെ ഇനി ഫുഡ് അഗ്രഷൻ കൊണ്ട് വല്ലതും ആണോ, അതായത് ഫുഡ് കിട്ടാത്ത ഏതെങ്കിലും നായയാണോ ആക്രമിച്ചത് എന്ന് നമുക്കറിയില്ല. പക്ഷേ അത്രമാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് മീഡിയയിലെത്തുമ്പോൾ 2354 മാറും. അതാണ് കണക്ക്. അപ്പോൾ അത്രയും വലിയ കണക്ക് കാണിച്ചാണ് ശരിക്കും പറഞ്ഞ ആൾക്കാരെ പേടിപ്പിക്കുന്നത്. അപ്പം നമുക്കും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലും അവർ പാഠ്യപദ്ധതിയുടെ ഭാഗമായി അവിടുത്തെ ഗവൺമെൻറ് കുട്ടികളെ ഈ സ്ട്രീറ്റ് ഡോഗ്സിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ടീച്ചറും കൂടെ അക്കമ്പനി ചെയ്ത് ഈ കുഞ്ഞുങ്ങളോട് സ്ട്രീറ്റ് ഡോഗ്സിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ സ്ട്രീറ്റ് ഡോഗ്സിനെ മുഴുവനായിട്ട് ഇവിടുന്ന് മാറ്റണം എന്നൊക്കെയുള്ള വിധി വരുമ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികളിൽ നമ്മൾ വളർത്തിയെടുക്കുന്ന ഒരു നല്ല ചിന്തിക്കാനുള്ള നല്ല കാര്യങ്ങളുണ്ട്. അവരെ സമൂഹവുമായി ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഒരു സാമൂഹിക ജീവിയായിട്ട് വളർത്തുക, അതുപോലെ ചുറ്റുമുള്ള ആൾക്കാരോടാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയിലെ മറ്റ് ജീവികളോടും ഒരു സഹാനുഭൂതി ഉണ്ടാക്കുക. ഇത്തരം കാര്യങ്ങൾക്കെല്ലാം തടയിടുന്ന ഒരു വിധിയും കൂടെയാണിത്. ഇപ്പോൾ തന്നെ മേനകാ ഗാന്ധി മാഡത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, സ്കൂളുകളിൽ നിന്നും യൂണിവേഴ്സിറ്റി കോളേജുകളിൽ നിന്നും എല്ലാം ഈ സ്ട്രീറ്റ് ഡോഗ്സിനെ പിടിച്ചുകൊണ്ട് പോകണം, അവരെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ JNU പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ യൂണിവേഴ്സിറ്റികളിലൊക്കെ അവർ ഈ സ്ട്രീറ്റ് ഡോഗ്സിനെ ഫീഡ് ചെയ്യുന്നുണ്ട് ഓൾറെഡി. അതും 10-20 ഒന്നുമല്ല, 100-400 ഡോഗ്സിനെ ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ പെട്ടെന്ന് മാറ്റുക എന്ന് പറയുന്നത് ഒട്ടും പ്രായോഗികമല്ല. അത് മാത്രമല്ല അവർ നല്ല രീതിക്ക് നോക്കുന്ന ഡോഗ്സാണ് അതൊക്കെ. അതിനെ മാറ്റുക എന്ന് പറയുന്നത് ഒട്ടും പ്രായോഗികമല്ലാത്ത ഒരു കാര്യം കൂടെയാണ്. ഇപ്പോൾ കുറേ സംഘടനകൾ ഇപ്പോൾ സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ലെറ്ററുകൾ അയക്കുന്നുണ്ട്, ഇതൊന്നും ഫീസിബിൾ അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ലെറ്റർ അയക്കുന്നു. പക്ഷേ എല്ലാ അധികാരവും പ്രയോഗിച്ച് ഈ സ്ട്രീറ്റ് ഡോഗ്സിനെ എല്ലാം ഫോഴ്സ്ഫുള്ളി ഇവിടുന്ന് മാറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ നാട് ഒരു പാഠം പഠിക്കും. കാരണം അങ്ങനെ പാഠം പഠിച്ച് തന്നെ ഈ സ്ട്രീറ്റ് ഡോഗ്സ് എന്താണെന്നും ഈ സ്ട്രീറ്റ് ഡോഗ്സിനെ മാറ്റേണ്ട ആവശ്യമുണ്ടോ എന്നും അറിയും. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളറിയാതെ തന്നെ ഇപ്പം നമുക്കറിയാം നമ്മുടെ ഈ തെരുവുകളിലോ ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നമ്മുടെ വീടിൻ്റെയോ അല്ലെങ്കിൽ പരിസരങ്ങളിലും ചുറ്റുമെല്ലാം നമുക്കറിയാം ഈ സ്ട്രീറ്റ് ഡോഗ്സും ഒക്കെ ഉള്ളപ്പോൾ അവരാണ് ഈ ക്ഷുദ്രജീവികൾ, എലി അങ്ങനത്തെ ക്ഷുദ്രജീവികളെയൊക്കെ പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ജീവികളാണ്. നമ്മളത് അറിയാറ് പോലും ഇല്ല. ആക്ച്വലി ഇനിയിപ്പം ഇവരെയൊക്കെ പിടിച്ചു മാറ്റി ഇതൊക്കെ പെറ്റുപെരുകയാണെന്ന് വെച്ചോ, ഇവിടെ ഒരു പ്ലേഗ് പോലത്തെ ഒരു രോഗം കൂടെ പടർന്നു പിടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? എസ്പെഷ്യലി ഡൽഹി പോലെയുള്ള സ്ഥലത്ത്, ഒരു ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് അങ്ങനത്തെ രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണെങ്കിലോ? രണ്ടാമത്തെ കാര്യം, ഇവരെ ഇനി മാറ്റുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വേറൊരു വിഭാഗം ഇവിടെ ഉണ്ട്. അത് ഈ കൊള്ളക്കാരും കള്ളന്മാരും കവർച്ചക്കാരും ഒക്കെയാണ്. കാരണം ഇപ്പം നമുക്ക് തന്നെ അറിയാം, പല ഡോഗ്സും ഏതെങ്കിലും കടകളുടെയൊക്കെ ഫ്രണ്ട് കിടന്നായിരിക്കും ഉറങ്ങുന്നത്. അപ്പോൾ ഒരു ഗാർഡിയനാണ് ശരിക്കും അവിടെ. ഇപ്പോൾ ഈ അടുത്ത് തന്നെ നമ്മൾ കേട്ടൊരു വാർത്തയാണ്, ഒരു പെൺകൊച്ചിനെ ആരോ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു. സ്കൂള് വിട്ട് വരുന്ന വഴിക്കാണ്, സ്കൂള് കഴിഞ്ഞ് വരുന്ന വഴിക്ക് നമ്മളുടെ ഈ നാട്ടിൽ തന്നെ സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ അവിടെ കിടന്ന ഒരു സ്ട്രേ ഡോഗാണ് ഇവനെ ഓടിച്ച് വിട്ടതും ആ കുട്ടിയെ രക്ഷിച്ചതും. വളരെ തലനാരിഴയ്ക്കാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. ആ പട്ടി അവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ കുട്ടി അന്ന് ഈ സ്ട്രീറ്റ് ഡോഗ്സിൻ്റെ ആക്രമണം എന്നും പറഞ്ഞ് മീഡിയ ഇത്രയും പെരുപ്പിച്ച് കാണിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ മനുഷ്യൻ ചെയ്യുന്ന ക്രൈം, ഓരോ ദിവസവും നടക്കുന്ന കൊലപാതകം, പിടിച്ചുപറി, അതുപോലെ തന്നെ മറ്റ് ബലാത്സംഗം, ഈ പറയുന്ന എല്ലാ ക്രൈമും നമ്മളുടെ കണക്കൊന്ന് എടുത്ത് നോക്കിയാൽ മതി.
എത്ര തെരുവ് പട്ടി ആക്രമണം ഉണ്ടായി, തെരുവ് പട്ടികൾ എങ്ങനെ ആക്രമിച്ചു, ഇനി ആ തെരുവ് പട്ടി ആക്രമണത്തിൻ്റെ പുറകിലുള്ളൊരു റീസൺ നമ്മൾ ട്രേസ് ചെയ്യുന്നില്ല, അത് വേറൊരു കാര്യമാണ് കേട്ടോ, അതൊക്കെ പോട്ടെ. പക്ഷേ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. നമ്മളെ നാട്ടിൽ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന വൃത്തികേടുകൾ, മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ക്രൈമിൻ്റെ എണ്ണവും ഇവിടുത്തെ തെരുവുനായ ആക്രമണം ഒരു വർഷക്കാലമുള്ള കണക്കൊന്ന് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ആദ്യം ഇവിടെ എന്താണ് കൊണ്ടുവരേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ആളുകളുടെ സുരക്ഷ വളരെ പ്രധാനം തന്നെയാണ്. ആളുകളുടെയും നമ്മളുടെ കുട്ടികൾ ഒക്കെ സ്കൂളിൽ പോകുന്നവരാണ്, സ്കൂളിലും പുറത്തൊക്കെ പോകുന്നവരാണ്, അവരുടെ സുരക്ഷയും വളരെ പ്രധാനം തന്നെയാണ്. അതിനെല്ലാം നമുക്ക് സ്വീകരിക്കാൻ ഒരുപാട് മോഡലുകൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഗോവ പോലെ, വെസ്റ്റ് ബംഗാൾ പോലെ നമ്മളുടെ നാട്ടിൽ തന്നെ മോഡലുകളുണ്ട്. നമുക്ക് പുറം രാജ്യങ്ങളിൽ ഉള്ള മോഡലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ കൃത്യമായി മറ്റു കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്താൽ, ഇവർക്ക് ആഹാരം കൊടുക്കുക, ഇവരെ സ്റ്റെറിലൈസ് ചെയ്യുക, അതുപോലെ തന്നെ വാക്സിനേറ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്താൽ തന്നെ ഈ പ്രശ്നങ്ങൾ എല്ലാം തീരാവുന്നതേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് ഇനി ഇവിടുത്തെ അധികൃതർക്ക്, ഇവിടുത്തെ ഗവൺമെൻറ്റിനും എല്ലാം ശരിക്കും ഒരു യൂത്തിൻ്റെയൊക്കെ സേവനം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനും തയ്യാറായിട്ടുള്ള ഒരുപാട് മൃഗസ്നേഹികൾ ഇവിടെ ഉണ്ട്. അവരുടെ എല്ലാം സഹായം തേടാം. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ഒരു പരിഹാരം കാണാവുന്നതേ ഉള്ളൂ. ഒരു പരമോന്നത കോടതി ഒരിക്കലും ഒരു തെറ്റായ മെസ്സേജോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറകൾക്ക് അവരെ മിസ്ലീഡ് ചെയ്യുന്ന ഒരു മെസ്സേജ് ഒന്നും ഒരിക്കലും കൊടുക്കരുത്. പ്രായോഗികമായ നമ്മുടെ രാജ്യത്ത് നമ്മൾക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും, അതിനെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് എന്ന് കൃത്യമായി നോക്കി കണ്ടുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു വിധി പ്രസ്താവമൊക്കെ ഉണ്ടാവേണ്ടത്. വീഡിയോ കണ്ടു കഴിയുമ്പോഴേ കമൻ്റ് ഇടാൻ കുറച്ച് ആൾക്കാർ വരും, എന്നാൽ പിന്നെ ഇവിടെ കിടക്കുന്ന സ്ട്രേ ഡോഗ്സിനെയൊക്കെ നീ നിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിക്കൊന്നു. അങ്ങനെ പറയണ്ട. കാര്യം ഓൾറെഡി ഒരു 4 സ്ട്രേ ഡോഗ്സ് ഇവിടെ വന്നു കയറിയതാണ്. ഞങ്ങളുടെ വീടിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ കിടക്കുന്നുണ്ട്. അവരെ നമ്മൾ ആഹാരം കൊടുക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. പിന്നെ 2 ഡോഗ്സിനെ നമ്മളിപ്പോൾ വളർത്തുന്നത് തന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്ത കുഞ്ഞുങ്ങളാണ്. ഇതുപോലെ 2 സ്ട്രേ ഡോഗ്സിൻ്റെ കുട്ടികളാണ് അവരെ അഡോപ്റ്റ് ചെയ്തതാണ്. അതിൽ ഒരാൾ കാല് പാരലൈസ്ഡ് ആണ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ വലിയൊരു മഹാൻ അടിച്ച് ഒരു ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ച, ആ കുഞ്ഞിന് 2 മാസം ഉണ്ടായിരുന്നപ്പോൾ ഒരു ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ച് അരയ്ക്ക് താഴ്പോട്ട് തളർന്നു പോയൊരു കുട്ടിയാണ്. അതിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടി വന്നു. കാര്യം വേറെ ആരും എടുക്കില്ലല്ലോ അതിനെ. അങ്ങനെ അതുകൊണ്ട് അങ്ങനത്തെ കമൻറ്റുകൾ നിരോധിച്ചിട്ടുണ്ട്.